എൻ്റെ ദൈവമായ കർത്താവേ, നിന്നിൽ നിന്ന് അകന്നു പോകാൻ എനിക്കിടവരുത്തരുതേ. പലപ്പോഴും ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് നിന്നിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുമ്പോഴും എന്നെ ചേർത്ത് നിർത്താൻ നീ കാണിക്കുന്ന സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ ഇടവരുത്തരുതേ. എൻ്റെ കടമകളും കർത്തവ്യങ്ങളും ശരിയായി ചെയ്യുവാനും ഈ ജീവിതത്തിൽ പാപത്തിൻ്റെ കറ വീഴാതെ ജീവിച്ചു തീർക്കാനും നീ എനിക്ക് ശക്തി തരണമേ. നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്താൽ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്കൊരുമിച്ച് ഒന്നായി ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ അല്പനേരം ചിലവഴിക്കാം. വിശ്വസിക്കുന്നവരിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവേ, ഈ പ്രാർത്ഥന മുഴുവനായി കേൾക്കുന്ന എല്ലാവരിലും നീയൊരു അത്ഭുതം പ്രവർത്തിക്കണമേ. നീതിസൂര്യനായ ഞങ്ങളുടെ നല്ല ഈശോയെ, ദൈവിക സ്നേഹത്തിൻ്റെ ദിവ്യരശ്മികൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടാനും അങ്ങയോടുള്ള സ്നേഹത്താൽ അനുനിമിഷം കത്തിയെരിയാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ ബലിപീഠത്തിന് കീഴിൽ താഴ്മയോടെയിരിക്കുന്നു. ഭക്തിയോടുകൂടെ ഈ ബലി സ്വീകരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും തകരാറുകളും ഞങ്ങളുടെ കൂടെയുള്ളവരുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളിലേറെയും. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടതും ഞങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു ചേർന്നതും എവിടെയും എത്തിപ്പെടാതെ ഞങ്ങളുടെ ജീവിതം ഇന്നും മറ്റുള്ളവർക്ക് മുമ്പിൽ പരിഹാസ്യമായി തീർന്നതും അങ്ങ് കാരണമാണ് എന്ന് ഓരോ നിമിഷവും കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തി അവരെ മാനസികമായി തളർത്തി സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞങ്ങളിലൂടെ വന്നുപോയ വീഴ്ചകളെ തിരയാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല. അങ്ങനെ ഒരു നിമിഷം ചിന്തിക്കാനുള്ള ക്ഷമ പോലും കാണിക്കാറുമില്ല. ഈശോയെ, മറ്റുള്ളവരുടെ മുൻപിൽ സ്വയം വിലമതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ദുരാശയിൽ നിന്നും ഞങ്ങൾ വിമുക്തരാക്കപ്പെടാനും കരുണയും സ്നേഹവും നിറഞ്ഞ മാനുഷിക ഭാവത്തെ ഉള്ളിലുറപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഹൃദയബന്ധങ്ങളിലും പ്രവർത്തന പുണ്യവരങ്ങളായി പ്രശോഭിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.